ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണത്. കാരണം അകത്തിരുന്നാൽ ആമി ഭയങ്കര ബഹളം വെക്കണം. അപ്പോൾ 2 മിനിറ്റൊക്കെ അവൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അവൾ പിന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒച്ചയും ബഹളം അല്ലെങ്കിൽ കളിക്കണ സൗണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ കുറച്ച് പ്രൈവസി കിട്ടുമല്ലോ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ വണ്ടികളുടെ ഒച്ച ഭയങ്കര കേട്ടോ. ഇനിയിപ്പോൾ പറമ്പ് പോയി ചെയ്യേണ്ടി വരും. അവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടോ, നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടോ. രാത്രിയിലും രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. ചുണ്ടൊക്കെ പൊട്ടി ആകെ ഡാമേജ് വന്നുകൊണ്ട് എല്ലാവർക്കും. അപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മഞ്ഞുകാലമാണല്ലോ. അപ്പോൾ നല്ല തണുപ്പാണ്, അതിന് പകൽ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ ഞാൻ. കാരണം സിറ്റ് ഔട്ടിൽ ഭയങ്കര സൗണ്ട്. പിന്നെ അകത്തിരുന്ന് കഴിഞ്ഞാൽ അത്രയും ഞാൻ പറഞ്ഞില്ലേ, മോള് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് വോയിസ് ശരിക്കും കേൾക്കൂല. സിറ്റ് ഔട്ടിലായിരുന്നു ഒരു പ്രൈവസി, അവിടെ വണ്ടിയുടെ സൗണ്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങോട്ട് ബാക്കോട്ട് പോകുന്നു. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് ഇരിക്കണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പാടത്തേക്കൊക്കെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, മുഖം കാണൂല. കാരണം വെളിച്ചമാണ്, ഭയങ്കര ഓവർ വെളിച്ചമായി പോകും. ക്യാമറയ്ക്കാണ് കംപ്ലീറ്റ് വെളിച്ചം കിടക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് കേട്ടോ, ഡിസംബർ 28. എൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വിഷ് ചെയ്യാം കേട്ടോ. മോളെ പേര് ഈദു എന്നാണ്, ഈദ് മോൾ എന്നാണ് പേര്. അവളെ 2ാം പെരുന്നാൾക്കാണ് പ്രസവിച്ചത്. ഈദുൽ ഫിത്തറിൻ്റെ 2ാമത്തെ ദിവസമാണ് പ്രസവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഈദ് മോൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ വീട്ടുപേര്. പേര് റിൻഫാദിയ എന്നാണ്. അപ്പോൾ എൻ്റെ മോളെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ അവൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും എൻ്റെ പൊന്നുമോൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ എൻ്റെ മക്കളെയും ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രവാസികളും പ്രവാസികളുടെ ഭാര്യമാരും മക്കളും കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിവരം ഉള്ളത് കൊണ്ടല്ല കേട്ടോ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര മുന്നേ ഒരുപാട് അനുഭവിച്ചത് കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടും അവരുടെ അനുഭവങ്ങളും അവരുടെ അത് കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള അറിവുകളാണ് എനിക്ക് അതിൽ നിന്ന് ഒരുപാട് തിരുത്തലുകൾ വേണം. കുറച്ച് ആളുകൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഒരു 10 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഒരാളെങ്കിലും അത് ക്ലിയർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അനുഭവമുള്ളത്, എന്താ പറയുക, എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഞാനൊരു ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ 100% സക്സസ്ഫുള്ളാണ്, അതല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കര അറിവാണെന്നുള്ള രീതിയിലല്ല. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെ അനുഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ പഠിച്ച അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായപ്പോൾ അതിലൂടെ നിങ്ങളിൽ അറിയിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അനുഭവപ്പെട്ടതും. എൻ്റെ ഹസ്ബൻഡും കുറേ കാലം ഗൾഫിലൊക്കെ നിന്ന ആളാണ്. അപ്പോൾ ആ ആളും ആളുടെ സുഹൃത്തുക്കളും ഇവരൊക്കെ വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മളെ ഭർത്താക്കന്മാരെ നമ്മളോട് വന്ന് പറയുമല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളും നമ്മൾ നേരിട്ട് കണ്ടും കേട്ടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇതെല്ലാം കൂടി ഉള്ളൊരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പറയാനുള്ളത് പ്രവാസികളുടെ ഭാര്യമാരോടാണ് ഫസ്റ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, തിരുത്താൻ പറ്റുകയാണെങ്കിൽ തിരുത്തണം. ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിച്ച് വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നല്ല സാമ്പത്തികം ഉള്ള വീട്ടിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഒരു നോർമൽ ഒരു മീഡിയം ലെവലിൽ ഉള്ള കുടുംബത്തിലായിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ഒട്ടും സാമ്പത്തികം ഇല്ലാത്ത പാവപ്പെട്ട ഒരു വീട്ടിലായിരിക്കും വരുന്നത്. എല്ലാവരും സർക്കാർ ഉദ്യോഗമുള്ളവർ, ഗവൺമെൻറ് ജോലി ഉള്ളവരായിരിക്കില്ല. കൂലിപ്പണിയുള്ളവരും കടകൾ നടത്തുന്നവർ, അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല സാമ്പത്തികം കണ്ട് കെട്ടിച്ച് വിടുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ല സാമ്പത്തികം ഉണ്ടാകും. ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം ആകുമ്പോൾ ബിസിനസ് തകർന്ന് അവർ തരിപ്പണായി എന്ന് കേട്ടിട്ടുണ്ട്. അത് നമ്മുടേതല്ലാതെ അവരുടെ വിധി അങ്ങനെ സംഭവിക്കും. അപ്പോൾ പണം ഇല്ലാത്തവരും പണം ഉള്ളവർ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും ഉണ്ടാവാം. പണം ഇല്ലാത്തവർക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ പോയി നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതിൻ്റെ സമയത്ത് നല്ല സ്വത്തും പണമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബിസിനസ്സൊക്കെ തകർന്ന് ആകെ അടി പോയി, അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പണം ഇന്ന് വരും നാളെ പോകും, അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് നമ്മളെ താലി കെട്ടി അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ച് അന്യ ഒരു വീട്ടിൽ നമ്മൾ പോയി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കായിരിക്കും. അവിടെ സാമ്പത്തികം കുറവായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ സാമ്പത്തികം ഒരു മീഡിയം ലെവലായിരിക്കും. കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവ് ഗൾഫ് പോകും. ഗൾഫിക്ക് പറഞ്ഞു വിടുന്നത് ചിലപ്പോൾ വിറ്റും പെറുക്കും കടം വാങ്ങിയൊക്കെ പലിശക്ക് വരെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർ ഗൾഫ് പോണത്. അപ്പോൾ ഈ ഭാര്യമാരോട് പറയാനുള്ളത്, അവരെ കൂടും വീടും
സുഹൃത്തുക്കളും നാടും മക്കളെയും ഉമ്മാനെയും ബാപ്പാനെയും ഭാര്യനെയും അവർ സ്നേഹിക്കണ എല്ലാവരെയും ഉപേക്ഷിച്ച പോലെ തന്നെ അവർ വർഷങ്ങളോളം നിൽക്കാൻ 1-2 മാസത്തിന് വേണ്ടിയിട്ടല്ല, എത്രയോ വർഷങ്ങൾ, ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ നിന്നിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷകളായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി, അവരൊരു വയറിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യക്കും പെങ്ങന്മാർക്കും കുടുംബത്തിന് മൊത്തം വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് ഇവിടെ നിന്നാണ് പോണത്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോണതല്ല. അപ്പോൾ അവർ ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് കുടുംബങ്ങളെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ടാണ് പോണത് എന്ന ഒരു ഓർമ്മ കുടുംബങ്ങൾക്ക് വേണം. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും അല്ല, ഭാര്യയും മക്കളും ഉമ്മയും ബാപ്പയും പെങ്ങന്മാരും അല്ല, ആ വീട്ടിലെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ മോനെ അങ്ങോട്ട് പോയത്. അല്ലാതെ അവന് ഇഷ്ടം നമ്മളെ ഒഴിവാക്കി പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൻ പോയപ്പോൾ നന്നായി കരഞ്ഞിട്ടാണ് പോയത്, ഇവന് പിന്നെ വിഷമമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും വിഷമമുണ്ട്. ചില ആളുകൾ, അതായത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഉള്ളതാട്ടോ. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മറ്റുള്ളവരെ മുന്നിൽ കരയാൻ മടിയായിരിക്കും. അവരെ വിഷമം ഇവിടെ വിങ്ങി നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർ ആളുകളെ മുന്നിൽ പൊട്ടിക്കരയാൻ മടിയുള്ളവരായിരിക്കും. ചില ആളുകൾ വിഷമം ഉണ്ടെങ്കിൽ അത് അപ്പോൾ സ്പോട്ടിൽ കരഞ്ഞു തീർക്കും. അത് ആരെ മുന്നിലാണെങ്കിലും അവർക്ക് വിഷമം വന്നാൽ അവർ കരഞ്ഞു തീർക്കും. ലേഡീസ് എന്നല്ല, ബോയ്സ് ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മിക്ക ആണുങ്ങളെയും കണ്ടിട്ടുള്ളത്, അപ്പോൾ നമ്മൾ വ്യത്യാസം കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അവൻ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞ് ഇവിടുന്ന് ബഹളം വെച്ചിട്ടാണ് പോയത്. മറ്റവന് കുഴപ്പമൊന്നുമില്ല, എല്ലാവരോടും ഒന്ന് ഒരു വിഷമത്തോട് കൂടിയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങനെ പോയി എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ആ കരയാതെ പോയ ആളായിരിക്കും ഇപ്പുറത്ത് പോയിട്ട് ആരും കാണാതെ പൊട്ടിക്കരയുന്ന ആൾ. അപ്പോൾ ഇവിടുന്ന് മിക്ക ആണുങ്ങളും ഇവിടുന്ന് നമ്മുടെ കുടുംബം എയർപോർട്ടിൽ നിന്ന് സലാം പറഞ്ഞ് അങ്ങോട്ട് പിരിയുന്ന സമയം കഴിഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ മാറി ഒന്നില്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് നന്നായി ഒന്ന് പൊട്ടിക്കരയും. അതിലേക്ക് മാറി നിന്നിട്ട് അവരെ വിഷമം അവർ കരഞ്ഞു തീർക്കും. എങ്ങനെയാണോ അവർക്ക് അത് ആ വിഷമം തീർക്കാൻ പറ്റണമെന്ന് വെച്ചാൽ മിക്ക ആളുകളും പറഞ്ഞുള്ളത് ബാത്റൂമിൽ കയറുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. ചിലർ വീട്ടിൽ നിന്ന് തന്നെ കരയും, ചിലർ എയർപോർട്ടിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്കട് കയറി പോയി കഴിഞ്ഞാൽ അവിടുന്ന് കരഞ്ഞ് തീർത്തിട്ട് അവർ പിന്നെ പ്ലെയിൻ കയറി പോവുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫ്ലൈറ്റ് കയറി പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും നമ്മളെ ഭർത്താവ് കരഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ആ ഭർത്താവും കരയുന്നുണ്ട്. കരയുന്നത് ഉള്ളിലായിരിക്കും, നിങ്ങളെ മുന്നിൽ നിന്ന് കരയാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ അവർ അകത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ പോയി പൊട്ടിക്കരഞ്ഞിട്ട് തന്നെയാണ് അവരും പോവുള്ളൂ. അല്ലാതെ ആരും ചിരിച്ചുകൊണ്ട് പോകണമെന്നൊന്നുമില്ല, നല്ല വിഷമത്തോടു കൂടി തന്നെ പോണത്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ലേഡീസ് ഒന്ന് മനസ്സിലാക്കുക. അവർക്ക് വിഷമമില്ല എന്ന് കരുതരുത്. നമ്മൾ ഭാര്യമാർ ഇവിടെ ഇരുന്നിട്ട് കുട്ടികളൊക്കെ ഇരുന്ന് കരഞ്ഞ് 2-3 ദിവസം അവരെ ബെഡ്റൂമിൽ വരുമ്പോഴും അവരെ ഡ്രസ്സ് കാണുമ്പോഴും അവരെ സ്മെല്ലായിരിക്കും, ആ ബെഡ്റൂം ഫുള്ള് അവരുടെ സ്മെല്ലായിരിക്കും. അത് വല്ലാത്തൊരു വിങ്ങൽ തന്നെയാണ്. നമുക്ക് നമ്മളെ ഭർത്താവും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് അവരെ സ്മെല്ലായിരിക്കും. എവിടെ നോക്കിയാലും ആളുടെ സംസാരവും ചിരിയും ബഹളമായിരിക്കും. പുറത്ത് പോയത് തലേ ദിവസം വരെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടാകും, അതിൻ്റെ വിഷമങ്ങൾ. അപ്പോൾ നമുക്കത് വിങ്ങി പൊട്ടി നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്, ഒരാഴ്ചയാവും നമ്മളൊന്ന് റിക്കവർ ചെയ്ത് ശരിയായി വരാൻ. പക്ഷേ അതേപോലെ തന്നെ അവർക്കും വിഷമങ്ങളുണ്ട്, അവരും സങ്കടപ്പെടുന്നുണ്ട്, അവർക്കും നാട്ടിലെ ഓർമ്മകളായിരിക്കും, മക്കളെ ഓർമ്മകളായിരിക്കും. നമ്മളെ ഭാര്യമാർക്ക് നമ്മളെ മക്കളെ ഓരോ വളർച്ചയും കണ്ട് അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഭർത്താക്കന്മാർ ഒന്നും അറിയണില്ല, മക്കളെ കാണുന്നില്ല, അവരെന്തൊക്കെയാണ് അവരുടെ വളർച്ചകൾ, അവരെ ചിരി ബഹളം ഒന്നും അവർ കാണുന്നില്ല. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് വാട്സാപ്പും കാര്യങ്ങളും ഉണ്ടായതോ അങ്ങനെ, പണ്ടത്തെ ആൾക്കാർക്ക് അതും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ മക്കളെ ഫോണിലൂടെയെങ്കിലും കാണാം. പക്ഷെ എന്നാലും തൊടാതെ തലോടാതെ അവരുടെ സാമീപ്യമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു റിസ്ക് തന്നെയാണ്. അത് നമ്മൾ ഭാര്യമാർ മനസ്സിലാക്കുക. അത് നമുക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ പോയിട്ടുള്ളതെന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളത്, രാവിലെ വർക്കിന് പോകുന്നു, ഗൾഫിലുള്ള ആളുകൾ രാവിലെ വർക്കിന് പോകുന്നു, അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ കയറി വരുന്നു. അവരുടെ അലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, വീട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ റൂം എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യണം, അവർക്ക് ഫുഡ് ഉണ്ടാക്കണം. എല്ലാവർക്കും മെസ്സും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ചിലർ പറയുന്നുണ്ട് റൂമിൽ വന്നു ക്ഷീണം, പ്രഷറും മേഹവും പല പ്രശ്നങ്ങളും ഉള്ള കാരണം ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു ഈ ജോലി തിരക്കും എല്ലാം കൂടി ആയപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് കുളിച്ച് ഫ്രഷായി അങ്ങനെ കിടന്നു. പിന്നെ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അലക്കി കുളിയും കഴിഞ്ഞ് അതേപോലെ വർക്കിന് പോയി. ഉച്ചക്ക് അവിടെ നിന്ന് എന്തോ കുബൂസ് ഉണങ്ങിയ കുറച്ച് റൊട്ടിയും കുബൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു. രാത്രി പിന്നെയും പട്ടിണി. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. നമ്മൾ വിചാരിക്കും അവർക്ക് പരമസുഖമാണ് അവിടെ. അവർ നമുക്കിന്ന് 20,000 രൂപ അയച്ചു, അവരെ ശമ്പളത്തിന് ഒരു പകുതി ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക, പകുതി അവരെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇവരെ കയ്യിലുള്ളതും ശമ്പളം കിട്ടിയതും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വാങ്ങിയിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരവ് നോക്കി നമുക്ക് ഭയങ്കര സംഖ്യ വരുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മുടെ ആഡംബരത്തിൽ ചിലവാക്കുന്ന ഭാര്യമാർ ഒന്ന് കീപ്പോട്ട് നോക്കുക. കാരണം ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് ആണ് നോക്കുന്നത് അല്ലേ. നമ്മൾ എത്ര സ്നേഹിച്ച് ഭക്ഷണത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും കളിക്കുന്ന സാധനങ്ങളാണെങ്കിലും നമ്മൾ എത്രത്തോളം നമ്മൾ അവരെ പൊന്നുപോലെയല്ലേ നോക്കുന്നത്. അതുപോലെ പൊന്നുപോലെ നോക്കി 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും പൊന്നു മോനാണ് നമ്മൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ. അല്ലാതെ ആകാശത്ത് പൊട്ടിമുളച്ചതല്ല.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയി, അപ്പോൾ അവരെ ഭാര്യയാണ് ഞാൻ. അപ്പോൾ ആ ഉമ്മയും ബാപ്പയും കൊടുക്കേണ്ട സ്നേഹം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണം അതേ സ്നേഹം ഈ എൻ്റെ ഭർത്താവിന് കൊടുക്കാൻ ഒരാളില്ല. ആ സ്നേഹം കംപ്ലീറ്റ് ഭാര്യ മാത്രമായാൽ പോരാ, ഒരു പെങ്ങളും ഒരു ഫ്രണ്ടും ഒരു ഉമ്മയും എല്ലാം ഈ ഭാര്യ ആവാൻ ശ്രമിക്കണം. ചില ഭർത്താക്കന്മാർ ക്ഷീണിച്ച് അവശ്യമായിട്ട് വിളിക്കായിരിക്കും. ഹലോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വലൈക്കും അസ്സലാം. പിന്നെ അപ്പുറത്ത് കടയിൽ 10,000, ഇപ്പുറത്ത് സ്കൂളിൽ ഫീസ് 12,000, ഇപ്പുറത്ത് 500, ഇപ്പുറത്ത് 1000, ഇവിടെ മീൻകാരന് ഇറച്ചിക്കാരന് പച്ചക്കറി, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങും ഒരു ലോഡ് കാര്യങ്ങൾ. ഇയാൾ ഇത് കേട്ട് പറയാനുള്ള സമയം ഇയാൾക്ക് കിട്ടൂല. അത്രയും ഇവളങ്ങോട്ട് ഭാരം ഒന്നായിട്ടൊരു കൊട്ട സാധനം തലക്കട വെച്ച് കൊടുക്കും. ഈ സംഭവങ്ങളൊക്കെ ഭർത്താവിനോട് തന്നെ പറയാനുള്ളൂ. ഭർത്താവിനെയാണ് ഇതൊക്കെ നികത്തേണ്ടതും എല്ലാം ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ മുന്നേ ഒന്ന് സലാം പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ഫ്രഷായോ? കിടന്നോ? നന്നായി ഉറങ്ങിയോ? എന്തൊക്കെയാണ് വർക്ക് ബുദ്ധിമുട്ടുണ്ടോ? നല്ല ചൂടുണ്ടോ അവിടെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയുള്ള വിഷമങ്ങൾ അവരുടെ ക്ഷേമങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. കാരണം ഈ ഒരു ഇത് വന്നത് എന്നോടൊരു ആൾ പറഞ്ഞു, ഞാനും അൻവർക്കാരുടെ സുഹൃത്താണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കോൾ വരുമ്പോൾ നമ്മൾ എന്താ അവരോട് പറയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയും ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ പോകണം. നമുക്ക് വിദേശികൾക്ക് എന്ത് പറയാനാണ് മോളെ, രാവിലെ പണിക്ക് പോകണം, വൈകുന്നേരമായ കയറി വരുന്നത്. പ്രഷറും പ്രമേഹമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണവും പ്രശ്നങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റലിൽ പോകാനൊന്നും സമയമില്ല, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ശമ്പളം കിട്ടിയാൽ റൂമിൻ്റെ വാടക കൊടുക്കും, എന്തെങ്കിലും ചെറിയൊരു സംഖ്യ പോക്കറ്റിലൊക്കെ വെക്കുള്ളൂ, ബാക്കി ഫുള്ള് നാട്ടിലേക്ക് അയക്കുക. നാട്ടിലെ പ്രശ്നങ്ങൾ തീരണ്ടേ, അതുകൊണ്ട് ഹോസ്പിറ്റലിലും പോകാറില്ല, ഭക്ഷണവും മര്യാദ കഴിക്കാറില്ല. അപ്പം ഞാൻ അവരോട് ഞാൻ ചോദിച്ചു, എന്നിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് ചോദിച്ചു വേറെ എന്താ വിഷയം, ഭക്ഷണം കഴിച്ചോ, ചായയൊക്കെ കുടിച്ചോ നിങ്ങൾ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇല്ല കഴിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പോകാറാണ്, സൈറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് കഴിക്കും, അല്ലാതും അങ്ങനെ പച്ചവെള്ളം കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മോളെ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വാക്ക് എന്നോട് ഒരാൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഭാര്യയ്ക്ക് എന്ത് പറ്റി? അപ്പോൾ ഭാര്യയെന്ന് ചോദിച്ചു. ഭാര്യ ഉണ്ട്, അവൾ വിളിച്ചു കഴിഞ്ഞാൽ കടം കളി, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അപ്പുറത്തെ പ്രശ്നം വാടക അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ അയക്കട്ടെ വന്നാൽ ശരി അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്യും. എനിക്ക് എൻ്റെത് പറയാനും വിഷമങ്ങൾ പറയാനും കേൾക്കാനും ഒരാളില്ല. അതിൻ്റെത് ആ ഒരു വിഷമം സത്യം പറഞ്ഞാൽ ഉമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മ മോനെ ആദ്യം ചോദിക്കുക, ചിലപ്പോൾ കടം കൊടുക്കാനുള്ള ആളുകൾ വീട്ടുമുറ്റത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ പോയിട്ടുണ്ടാവും, അത്രയും പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഉമ്മ അത് എൻ്റെ മുന്നിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയൂല. ഒരു മോനെ എന്താ വിശേഷം, ഭക്ഷണം കഴിച്ചോ, മോനെ എന്താ കഴിച്ചത്, അവിടെ നല്ല ചൂടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിട്ട് ഉമ്മ ചോദിക്കുമായിരുന്നു. പക്ഷെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല റബ്ന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അൻവർക്കും പറയട്ടോ, അത് സത്യം തന്നെയാണ്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനും അൻവർക്കും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയും, ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കണമായിരുന്നു കേട്ടോ, എന്താണ് വിശേഷം, അങ്ങനെയൊക്കെ ചോദിക്കണം. പിന്നെ മിക്ക ഭാര്യമാരെ ചോദിക്കണില്ല, അതാണ് വിഷയം. അങ്ങനെയാണ് അവർ പറഞ്ഞോ. ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ഭർത്താവിനോടെ പറയാനുള്ളൂ. അവരെ ആ പ്രശ്നം പരിഹരിച്ച് തരാനും ഭർത്താക്കന്മാരേ ഉള്ളൂ, അത് അവരോട് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ പിന്നെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഭാര്യ ഒന്നാവുക, ഒരു കടക്കാരിയെ മാത്രം ആവാതെ അവരുടെ ഭാര്യ ഒന്നാവാൻ ശ്രമിക്കുക. എന്താണ് ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, എന്താണ് വർക്കിൽ ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചോദിച്ച് മനസ്സിലാക്കുക, സമാധാനപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക, തമാശകൾ പറയുക. അവർ പറയുന്നതിന് അതായത് നിങ്ങളൊരു ഭാര്യയും ഭർത്താവും ഒന്നാവുക കുറച്ച് സമയത്തേക്ക്. പിന്നെ കടവും കള്ളിയും പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ കടം ഇവിടെ കടം, ഇങ്ങനെയുള്ള നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഭാര്യ ഭർത്താവ് തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എന്നുള്ളത്. വിളിക്കുന്ന സമയം അവർ ആശ്വാസത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്, എങ്കിലേ അവർക്ക് വീണ്ടും വിളിക്കണം തോന്നുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇത് കുറയും, കോള് കുറയും. കാരണം സംസാരിക്കാൻ അവർക്ക് വലിയ താല്പര്യമൊന്നും കാണില്ല. കാരണം ക്ഷീണിച്ച് വീട്ടിൽ വന്നാലും ഭാര്യ ഉമ്മ ആരുമില്ല, ഒറ്റയ്ക്ക് അലക്കി ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഒന്ന് ഇവർക്ക് വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ അവർക്ക് തോന്നും ഇന്ന് വിളിച്ചാലും അതൊക്കെ തന്നെ കേൾക്കാമല്ലോ, അപ്പുറത്ത് പൈസ കൊടുക്കാമല്ലോ, ഇപ്പുറത്ത് പൈസ കൊടുക്കാമല്ലോ, ഇതൊക്കെ കേൾക്കാണ്ടാവുക, ഇന്ന് വിളിക്കണ്ട നാളെ വിളിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ലേഡീസ് ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സൗണ്ട് കേൾക്കാനും പറ്റും, അവർക്ക് സമാധാനം കൊടുക്കാനും പറ്റും. നമ്മുടെ കഷ്ടകാലം പ്രശ്നങ്ങളൊക്കെ പറയാൻ വാട്സാപ്പിൽ പറയാൻ ഇത്ര പൈസ കൊടുക്കാണ്ടിട്ടോ എങ്ങനെയാണ്, അപ്പോൾ നിങ്ങളതൊന്ന് എന്താ കാട്ടേണ്ടതെന്ന് പറഞ്ഞ് തരിട്ടോ എന്നൊക്കെ പറയാമല്ലോ, അതുകൊണ്ട് ചെയ്യിട്ടോ അങ്ങനെ ചെയ്യും, ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്, ഒരിക്കലും പറയരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്കത് മുഷിച്ചിലാണ്. പിന്നെ എൻ്റെ ഭർത്താവ് എന്നോട് മിണ്ടണില്ല, അല്ലെങ്കിൽ അവർ വിളിക്കണില്ല, വിളിച്ചാൽ ചൂടാവുകയാണ്, ദേഷ്യപ്പെടാൻ അവർ നമ്മൾ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. പിന്നെ അവരോടല്ലാതെ പിന്നെ വേറെ ആരോട് അത് പറയാമെന്ന് ചോദിച്ചാൽ അതും
ശരിയാണ്, അവരോട് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ അവർ പറയേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പം അടുത്ത ഇതുപോലെ തന്നെ അമ്മായിയമ്മ, അപ്പോൾ സ്വന്തം ഉമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിഷയം വിട്ടുകളയും. പക്ഷേ അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മായിമ്മ പോരായി, കുശുമ്പായി, മരുമകൾ പോരായി, നാത്തൂൻ പോരായി. ഇത് സ്വന്തം കുടുംബത്തെ പോലെ കരുതിക്കൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മിക്ക പെണ്ണുങ്ങൾക്കും കരുതാൻ കഴിയില്ല. എൻ്റെ ഉമ്മയല്ല, അത് ഭർത്താവിൻ്റെ ഉമ്മയാണ്, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് മൂത്ത ആളുകൾ എന്ന രീതിയിലും ഭർത്താവിൻ്റെ ഉമ്മ എന്നുള്ള രീതിയിലും നമുക്ക് അവരെ ഒന്ന് ബഹുമാനിക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ സ്വന്തം ഉമ്മാൻ്റെ പോലെ കരുതിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ മിക്ക ആളുകൾക്കും എനിക്കാനൊന്നും കരുതാൻ കഴിയില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ, അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഞാനവിടെ അടിച്ചു വരികൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു ആ കട്ടിലിൻ്റെ അടിയിൽ കമന്ന് നടന്ന് അടിച്ചു വരുന്നതിന് പകരം ആ കട്ടിൽ അങ്ങോട്ട് കൂടെ നീക്കിയിട്ടിട്ട്, ആ ബെഡ് അങ്ങോട്ട് കൂടെ നീക്കിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ ആ ചുമരിൻ്റെ അവിടെയൊക്കെ പൊടിയും പടലൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് അടിച്ചുകൂടായിരുന്നോ ചോദിച്ചു. അപ്പം എനിക്ക് ഇങ്ങോട്ട് പ്രഷർ കയറി, ഞാനുണ്ടല്ലോ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ സ്വന്തം വേണമെങ്കിൽ അതമ്മ ഒന്ന് പോയിക്കാണി അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോകുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ എന്നിട്ട് നീ എന്താ പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മായിയമ്മ ഇവൾ അടിച്ചു വരുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ കമന്ന് കടന്നിട്ട് കട്ടിലിൻ്റെ അടി അടിച്ചു വരുന്ന സമയത്ത് അമ്മായിമ്മ അങ്ങനെ എത്തി നോക്കിയിട്ട് അത്രേ ആ കമന്ന് നടക്കുന്ന നേരം ആ ബെഡ് കട്ടിൽ ഇങ്ങനെ നീക്കാൻ പറ്റുന്ന കട്ടിലാണ് തോന്നുന്നു, ഒന്നുകൂടി നീക്കിയിട്ട് ആ ചുമരിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂലുകൊണ്ടൊന്ന് അടിച്ച് വൃത്തിയാക്കി കൂടായിരുന്നോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അവിടെ തുടച്ച് ക്ലീനാക്കി, ഇനി എനിക്കവിടെ വൃത്തിയാക്കാനൊന്നും ഇപ്പോൾ വയ്യ, ഇനി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ആ സ്ഥാനത്ത് അമ്മ ഞാനവിടെ അടിച്ച് ക്ലീനാക്കിയപ്പോൾ നിലമൊക്കെ തുടച്ച് പോകുന്നു, ഇനി ഞാൻ പിന്നെ നാളെ ഞാനത് കട്ടിൽ നീക്കിയാണ്ട് ചെയ്തോളാട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ചില കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഈ അമ്മായിയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും, കച്ചറകൾ കുറേ തീരും കേട്ടോ. അതും നമ്മൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ നമുക്ക് ഭർത്താവിന് അത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിന് തന്നത് ഈ ഉമ്മയും ബാപ്പയാണ്. ആ ഉമ്മയും നമ്മളെ മക്കളെ എങ്ങനെ വളർത്തിണ്ടാക്കണം അതുപോലെ വളർത്തിണ്ടാക്കിയ ഉമ്മയും ബാപ്പയാണ് അവർ. ഈ ഭർത്താവിനൊരു ഉമ്മയും ബാപ്പയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ എൻ്റെ ഭർത്താവിന് എനിക്ക് മാത്രം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു മക്കളെ ഉണ്ടാക്കണില്ലേ, നമ്മളിവിടെ വളർത്തി പൊന്നുപോലെ നോക്കി വളർത്തണമെങ്കിൽ നമ്മളെ മോനുണ്ടാവും. ഈ മോനെ നാളെ ഒരു പെണ്ണ് വന്നിട്ട് പറയണത് നിങ്ങളെ രണ്ടാളി നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയണത് കേൾക്കാൻ പാടില്ല, എൻ്റെ ഭർത്താവാണെന്ന് ഒരിക്കലും ചെയ്യരുത് അത്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഈ ഭർത്താവിനാണെങ്കിലും ഭാര്യക്കാണെങ്കിലും എല്ലാവർക്കും ഉമ്മയും ബാപ്പയുണ്ട്. ഒരു ഉമ്മ നൊന്ത് പ്രസവിച്ച മക്കൾ തന്നെയാണ് ഇവരൊക്കെ. അത് നമ്മൾ ആണും മനസ്സിലാക്കണം പെണ്ണും മനസ്സിലാക്കണം. പിന്നെ ഈ ഇടയായിട്ട് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഭർത്താവ് പൈസ അയച്ചു കൊടുക്കും, ഓരോ കാരണങ്ങൾ പറഞ്ഞവൾ പൈസ അയച്ചു കൊടുക്കുന്ന കടം വാങ്ങും അങ്ങനെ. അപ്പോൾ പച്ചക്കറി കടയിലും പലചരക്ക് കടയിലും എല്ലായിടത്തും കൊടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവ് പൈസ ഒന്നും കയ്യിലില്ല, എല്ലാ മാസം അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാസം നിന്നപ്പോൾ ബാലൻസും തീർന്നു, ഇനിയിപ്പോൾ ഒന്നുമില്ല, എന്താപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ വിഷമത്തിൽ നിന്നപ്പോൾ ഈ പെണ്ണ് കുറച്ച് പൈസ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി, ഇനി എന്താ വല്ല കുറിയിലും കൂടിയോ, അതിനുള്ള പൈസ ഒന്നും ഞാൻ അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് പച്ചക്കറി ഞാൻ പൈസ കൊടുത്ത് വാങ്ങാറില്ല, പിന്നെ ഇറച്ചിയോ മീനോ 15 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ബീഫ് വാങ്ങുള്ളൂ, മീൻ പിന്നെ ഒന്നോടെ ഇട്ടൊക്കെ വാങ്ങാറുണ്ട്, അത് നിങ്ങൾ അയച്ച പൈസക്കിനെ വാങ്ങാറുള്ളത്. പച്ചക്കറി ഒന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ, തക്കാളി പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, പാവക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫുള്ള് ഞാൻ നമ്മുടെ സ്ഥലത്ത് ചാക്കിലൊക്കെ മണ്ണ് നിറച്ചൊക്കെ ഞാൻ നട്ട് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പൈസയൊക്കെ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ വരുമ്പോൾ പൈസ കയ്യിലുണ്ടാവില്ല എന്നുള്ളതും നിങ്ങൾ കഷ്ടപ്പെടുന്നുള്ളൂ, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാനൊരു അവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വരുക്കുട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭാര്യമാരും ഉണ്ട് ഒരുപാട്. കാരണം ഭർത്താവ് 10 റുപ്യ അയച്ചു കഴിഞ്ഞാൽ അതിൽ 2 രൂപയെങ്കിലും മാറ്റി വെക്കും. അതെന്തിനാരോ കെട്ടിയോ നാളെ വരുമ്പോൾ 1 മാസം 2 മാസം അല്ലെങ്കിൽ 6 മാസം ഇവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാൻ ഇട വരുത്തരുതെന്ന് കരുതിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണത് നമ്മളെ മക്കൾ മറ്റുള്ളവരെ മുന്നിൽ, ഞാനും എൻ്റെ മക്കളും മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാൻ അവസ്ഥ വരുത്തല്ല അല്ലാന്നാണ് നമ്മൾ ദുആ ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിനെയും നമ്മൾ ചേർത്ത് പിടിക്കുക. അവർ അയക്കണ പൈസയിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും മാറ്റി വെക്കുക. അവർ 6 മാസത്തിന് വരുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാതെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു പണം. നാളെ ആൾക്കെന്തെങ്കിലും പറ്റിയാലും നമുക്കെന്തെങ്കിലും പറ്റിയാലും ഒക്കെ ഒരു ആളെ മുന്നിൽ കൈ നീട്ടാൻ അവസ്ഥ വരരുത്. ചിലർ പൈസ അയച്ചാൽ പിറ്റേ ദിവസം ടെക്സ്റ്റൈൽസ് പോയിട്ട് ഡ്രസ്സ് കാര്യങ്ങൾ പാർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരവിനനുസരിച്ച് പണം ചിലവാക്കാൻ ഭാര്യമാരാണ് പഠിക്കേണ്ടത് കേട്ടോ. അവിടെ അവർ ആണുങ്ങൾ കഷ്ടപ്പെട്ട് രാവും പാലും അധ്വാനിച്ച് ഊണും ഉറക്കും ഇല്ലാതെ അയച്ചു തരുന്ന പൈസയാണെന്നുള്ള ബോധം മക്കൾക്കും ഉമ്മാക്കും ഭാര്യക്കും എല്ലാവർക്കും ഉണ്ടാവണം. അത് നല്ലതാണ്. പിന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ആരെയും വെറുത്തിട്ട് പോയതല്ല, നമുക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ പാവങ്ങൾ ഗൾഫിൽ പോയിട്ട് ഒറ്റപ്പെട്ട് അനാഥപ്പെട്ട് അവരുടെ ടൈമും അവരുടെ പ്രായവും എല്ലാം അവിടെ പോയി നശിപ്പിക്കണത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഇനി പറയാനുള്ളത് ഭർത്താക്കന്മാരോടാണ് കേട്ടോ. ഇനി അടുത്തത് പറയാനുള്ളത് ഭർത്താക്കന്മാരോട്. ഭർത്താക്കന്മാർ പോകുമ്പോൾ നിങ്ങൾ വിഷമത്തിൽ സങ്കടത്തിലായിരിക്കും പോണത്. നിങ്ങളവിടെ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സെറ്റാവും. പക്ഷേ നമ്മൾ ഈ ഭാര്യമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരെ എന്തായാലും ഭർത്താവിനേക്കാളും ഒരുപാട് പ്രായം കുറവുള്ള പക്വത കുറവുള്ള ആളുകളായിരിക്കും ഈ ഭാര്യമാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ മക്കളെ നോക്കി ഒരു ലക്ഷ്യമില്ലാത്തൊരു ജീവിതം, ഇന്ന് വരും അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും അല്ലെങ്കിൽ അടുത്ത മാസം വരും അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടായിരിക്കും ഇവർ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കൊടുത്ത ഓർമ്മകൾ മാത്രമായിരിക്കും അവർക്ക് സ്വപ്നങ്ങളായിട്ടുണ്ടാവുക. അപ്പോൾ പ്രവാസികളായ ഭർത്താക്കന്മാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരു കൊല്ലം നിന്നപ്പോഴേക്കും അവൾ വേറൊരു കണക്ഷനായി, അവൾ ഒളിച്ചോടിപ്പോയി, പിന്നെ കുട്ടികളെ ഉപേക്ഷിച്ച് പോയി, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട്. പക്ഷേ അത് നിങ്ങൾ മാക്സിമം ഒരു പരിധി വരെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ അവരെ വിളിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. അവർ ചിലപ്പോൾ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് ദേഷ്യപ്പെട്ടെന്ന് വരും. അപ്പോൾ ആ ഓപ്പോസിറ്റ് ഭാര്യയാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ ഭർത്താവ് ഒന്ന് കൂളാവുക, ചിരിപ്പിക്കാനും തമാശ പറയാനും അവൾ പറഞ്ഞത് നിസാരാക്കി എടുക്കാനൊക്കെ രണ്ട് കൈ കൊട്ടുമ്പോഴേ ഒച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് മുൻകോപമായിട്ട് എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തെ അവൾ ആ സമയം കൊണ്ട് അവൾ പറഞ്ഞതാവും. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് നീ എന്താടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചൂടാവാതെ ആൾ തമാശയും കളിയൊക്കെ ആയിട്ട് ആളെ അങ്ങോട്ട് കൂളാക്കി എടുക്കാൻ ഭർത്താവിനും കഴിയണം. അതുപോലെ തന്നെ ഭർത്താവ് ചൂടായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ പെണ്ണിനും പറയണം. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതായിരുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങളെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. പക്ഷേ മക്കളോട് ഇല്ലായ്മയും വല്ലായ്മയും കഷ്ടപ്പാട് പറഞ്ഞ് തന്നെ വളർത്തണം. ബാപ്പാക്ക് ഇത്രയാണ് ശമ്പളം, ഇത്രയും കഷ്ടപ്പെട്ട പണികളാണ് ചെയ്യണത്, ഇതാ കണ്ടോ ഈ വീഡിയോ നോക്കി, ഈ പണിയാണ് നമ്മുടെ ബാപ്പ അവിടെ ചെയ്യണത്, അതുകൊണ്ട് ആവശ്യമില്ലാതെ പണം ചിലവാക്കരുത്. മക്കളോടും കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവരെ വളർത്താൻ. അല്ലാതെ ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് പണം അങ്ങനെ വാരിക്കോരി വരുന്നുണ്ട്, എന്താവശ്യം നടത്തിത്തരാം, ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞ് വളർത്തരുത്. അപ്പോൾ മക്കളാണെങ്കിലും വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഗൾഫിൽ പോയ ഒരു വാരി കൈക്കോട്ടെടുത്ത് കൊത്തിക്കളച്ചുണ്ടാക്കല്ല, കൊട്ടയിലേക്ക് വാരി ഇടുകയല്ല എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കുക. മറ്റുള്ളവരും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ചില ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളോട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമസുഖമല്ലേ, നമ്മൾ മാസം മാസം പൈസ ഇങ്ങനെ അയച്ചു തരല്ലേ, അപ്പോൾ നിങ്ങൾക്കവിടെ കുട്ടികളെയും കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കാം. ഇങ്ങനെ വിചാരിക്കരുത്. അവർ ഈ വീട്ടിലെ പണികളാണെങ്കിലും ഇത് ഒരു തൊഴിലേക്കാൾ, ഇപ്പോൾ തൊട്ടപ്പുറത്തൊരു വീട്ടിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, മനസ്സിലായി, ഇതൊരു ശമ്പളമില്ലാത്ത പണിയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല പണിയെടുത്തിട്ട് തന്നെയാണ് പെണ്ണുങ്ങൾ നിൽക്കുന്നത്. അവനവൻ്റെ കുട്ടികളെയും മക്കളെയും നോക്കുന്നതും കുടുംബങ്ങളും ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ അവരെ വീട്ടിലെ ജോലികളും എല്ലാം ചെയ്യുന്നത്, അതും പണി തന്നെയാണ്, ശമ്പളമില്ലാന്നേ ഉള്ളൂ. ഈ പണി വേറെ എവിടെയെങ്കിലും അറബി പേരിലോ അല്ലെങ്കിൽ വേറെ ഉള്ളടത്ത് പോയാണ്ട് നമ്മൾ ഈ സെയിം വീട്ടിൽ നമ്മൾ ചെയ്യണം അതേ പണി അപ്പുറത്ത് പോയി ചെയ്ത് കൊടുത്താൽ ശമ്പളം കിട്ടും, അത് വേറെ വിഷയം. ഇത് വീട്ടിലുള്ളതും പണി തന്നെയാണെന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. അലക്കലും വെക്കലും തൊട് വൃത്തിയാക്കലും വീട് വൃത്തിയാക്കലും എല്ലാതും വെച്ച് നോക്കുമ്പോൾ വീട്ടുപണി ഒരു പണി തന്നെയാണ്. അത് ഒരിക്കലും നിസ്സാരമായിട്ട് ഒരിക്കലും പെണ്ണുങ്ങളെ കൊച്ചാക്കി കളയരുത്. പിന്നെ അവരെയും തന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഭാര്യമാരെ വിളിക്കുക, ഭാര്യനെ വിളിക്കുക, സംസാരിക്കുക, ഉമ്മാനെയും പെങ്ങന്മാരെയും എല്ലാവരും വിളിക്കുക, ആരും അവോയ്ഡ് ചെയ്യരുത്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഉമ്മാനെയും പെങ്ങന്മാരെയും എല്ലാവരും വിളിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാര്യനെ വിളിക്കുമ്പോൾ എന്തായാലും മാക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് 5 മിനിറ്റ് ഉമ്മാനോട് സംസാരിക്കാം. പെങ്ങന്മാർ കെട്ടിച്ച വീടുകളിലായിരിക്കും, അവരോട് സംസാരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടി, അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫ്രീ ഉള്ള ദിവസം വിളിക്കാം. ഇല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാം, എന്താടി വിശേഷം, കുട്ടികൾക്ക് സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെങ്ങന്മാരെ ബന്ധം നിലനിർത്തുക, കുടുംബങ്ങളുടെ ബന്ധം നിലനിർത്തുക. ഇന്നത്തെ കാലത്ത് വിളിക്കണമെന്ന് നിർബന്ധമല്ല, പക്ഷേ വാട്സാപ്പിൽ ഓരോ വോയിസ് ഇടക്കിടക്ക് കൊടുക്കാം അല്ലേ. നമ്മളെ ബന്ധം, നമ്മളെ കുടുംബങ്ങളായിട്ടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, അത് ഒരിക്കലും അകറ്റി നിർത്തരുത്. അത് ഭാര്യ മനസ്സിലാക്കണം, ഭർത്താവ് മനസ്സിലാക്കണം. പിന്നെ ഈ ഭർത്താവിൻ്റെ കുടുംബം, ഭാര്യൻ്റെ കുടുംബം, പെങ്ങന്മാർ, അഞ്ചന്മാർ, അഞ്ചത്തിമാർ, ഇതൊക്കെ ഈ ബന്ധങ്ങളെല്ലാം കൂട്ടി ഉറപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കടിഞ്ഞാൺ ഭർത്താവാണ്. കാരണം ഭാര്യ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഒരു ഭാര്യനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഉമ്മാനെ, എൻ്റെ പെങ്ങന്മാരെ, എൻ്റെ എല്ലാ കുടുംബത്തിനെയും, ഭാര്യൻ്റെ കുടുംബത്തിനെയും ഭർത്താവിൻ്റെ കുടുംബത്തിനെയും എല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആൾ ഭർത്താവാണ്. അതേപോലെ തന്നെ അതിൽ സെയിം പങ്ക് തന്നെ ഭാര്യക്കുണ്ട്. കാരണം ഒരു വീടിൻ്റെ ഐശ്വര്യമാണ് ഒരു ഭാര്യ. ഭർത്താവിൻ്റെ പെങ്ങന്മാരെയും ഭർത്താവിൻ്റെ ഉമ്മാനെയും പാപ്പാനെയും പൊന്നുപോലെ നോക്കാനും അവരെ വിളിക്കാനും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനും ഭർത്താവ് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ ഭാര്യമാരും കൂടി തയ്യാറാവണം. കാരണം നമ്മൾ അവരെ ഒരു ഭർത്താവിൻ്റെ ഉമ്മാനെയും പാപ്പാനെയും കുടുംബങ്ങളെ സ്നേഹിച്ചാൽ ആ ഭർത്താവിൻ്റെ സ്നേഹം ഫുള്ള് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ഭർത്താവ് മനസ്സിലാക്കുന്നത് എന്നെ പോലെ തന്നെ എൻ്റെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതാണ് എൻ്റെ ഭാര്യ, അതുകൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ജീവനാണെന്ന് എൻ്റെ ഭർത്താവും ചിന്തിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ഭർത്താവിൻ്റെ സ്നേഹം ഒറ്റയ്ക്ക് കിട്ടണം, നിങ്ങൾക്കൊരു ഭർത്താവ് എൻ്റെതാണ്, ആ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണില്ല. നിങ്ങളെ പേടിച്ചിട്ട് ഭർത്താവ് നിങ്ങളെ സംരക്ഷിക്കണതാവും. ഏതായാലും കെട്ടിപ്പോയില്ലേ, സഹിച്ചേ മതിയാവും. കുടുംബത്തിനെ അകറ്റി നിർത്തി, ഭർത്താവിൻ്റെ കുടുംബത്തിനെ അകറ്റി നിർത്തിയിട്ട് ഭർത്താവിനെ മാത്രം കൊണ്ട് അടിച്ചു മാറ്റി ഞങ്ങൾ വേറെ വാടക വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം വേറെ വീട് വെച്ച് മാറി എൻ്റെ ഭർത്താവ് അവർക്ക് പൈസ അയച്ചു കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെയും പാപ്പാനെയും നോക്കാൻ പാടില്ല, പെങ്ങളെ വീട്ടിൽ പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ സ്വന്തമായിട്ട് ആഗ്രഹിച്ചിട്ടാണല്ലോ ഇപ്പോൾ ചെയ്തത്. പക്ഷേ അത് ഒരിക്കലും മാനസികമായിട്ട് ഭർത്താവ് നിങ്ങളതല്ല, അത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ കുടുംബങ്ങളെ
ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഭാര്യയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ചില ആണുങ്ങൾക്ക് ഒരു അലർജി ഉണ്ട്. ഭാര്യ വീട്ടിക്ക് വിരുന്ന് വിടൂല, ഇനി വിട്ടാൽ തന്നെ ഒരു സ്വൈരം സമാധാനം കൊടുക്കൂല, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാരണം 10, 18 അല്ലെങ്കിൽ 20 കൊല്ലം പൊന്നു പോലെ നിങ്ങളെ മക്കളെ നോക്കിണ്ടാക്കണം. അതേപോലെ തന്നെ നോക്കിണ്ടാക്കിയ ഒരു പൊന്നു മോളാണ് ഈ നിങ്ങളെ ഭാര്യ. മനസ്സിലായി? അല്ലാതെ ആകാശത്ത് ഇങ്ങനെ ഒരു ഭാര്യ കൊണ്ട് ഇറങ്ങി വന്നതല്ല. ഒരു ഉമ്മയും ബാപ്പയും നൊന്ത് പ്രസവിച്ച് വളർത്തി ഉണ്ടാക്കിയിട്ട് കെട്ടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, കല്യാണം കഴിപ്പിച്ച് വിടാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് കെട്ടിച്ചു വിട്ടതാണ്. അല്ലാതെ ശല്യം ഒഴിവാക്കിയതല്ല. അത് നിങ്ങൾ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. വിദേശത്തുള്ള ആണുങ്ങളുടെ കൂടുതൽ പ്രയാസങ്ങളും എന്താ വെച്ചാൽ കടം പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കാനാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ഇവിടെയാണെങ്കിൽ ഊണുമില്ല, ഉറക്കമില്ല, ഭക്ഷണമില്ല, കുളിയില്ല, ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ്. വല്ലാത്തൊരു നരകം തന്നെയാണ്. ചിലർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് ഭയങ്കര പ്രയാസപ്പെട്ടായിരിക്കും അവരവിടെ ജീവിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്കൊന്ന് വിളിച്ചാൽ, ഭാര്യയ്ക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള സമയത്ത് അല്ലെങ്കിൽ പണം ഉള്ള സമയത്ത് എല്ലാവരും നല്ല സ്വഭാവത്തിലായിരുന്നു പെരുമാറുന്നത്. ഇപ്പോൾ എനിക്ക് ശമ്പളം കിട്ടണതിൽ ഒരു 90% പൈസ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. ബാക്കി ഞാൻ ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാറില്ല. എന്നാൽ പോലും അവർ നല്ല രീതിയിൽ നമ്മോട് സംസാരിക്കണില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് അവർ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടേണ്ടിടത്തുനിന്ന് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ വഴിതെറ്റി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ അവർക്ക് കൊടുക്കേണ്ടത് സ്നേഹത്തോടെ സംസാരിക്കാനും അവർക്ക് കിട്ടേണ്ട സ്നേഹം അവർക്ക് കൊടുക്കാനും ഭാര്യമാർ മറക്കരുത്. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരും ചെയ്യേണ്ടത്. ഭാര്യമാരോട് സ്നേഹത്തോടെ സംസാരിക്കുക. പിന്നെ ഭർത്താവിന് സ്വന്തമായിട്ട് കിട്ടണം, ഭാര്യനോട് അല്ല പിന്നെ ഭർത്താവിനെ സ്വന്തമായിട്ട് കിട്ടണം. ഉമ്മാനെയും പാപ്പാനെയും വിളിക്കാൻ പാടില്ല, അവരെ സംരക്ഷിക്കാൻ പാടില്ല, അവരോട് പോകാൻ പാടില്ല, പെങ്ങന്മാരായിട്ട് കണക്ഷൻ പാടില്ല. ഇതൊക്കെ പറയണ ഭാര്യമാരോട് പറയാനുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് കിട്ടാൻ പോണില്ല. കാരണം അയാളെ ഉമ്മാനെയും പാപ്പാനെയും വിളിക്കുകയും ചെയ്യുന്നു, വിളിച്ചിട്ടില്ലെങ്കിലും അവരെ ഒരിക്കലും ഉമ്മയും പാപ്പയും അല്ലാതാവില്ല. നമ്മളെ ഭാര്യ എന്ന് പറയുന്നത് തൊലാക്ക് ചെല്ലിയാൽ ഒഴിവാക്കിയ ഡൈവേഴ്സ് ആയാൽ തീർന്നു. പിന്നെ ഒരിക്കലും ഇത് എൻ്റെ ഭാര്യയാണെന്ന് പറയില്ല. പക്ഷെ ഉമ്മാനോട് 4 ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലം, 1 വർഷം, 10 വർഷം ഉമ്മാനെ വിളിക്കാതിരുന്നാലും ഒരിക്കലും ഇത് അവൻ്റെ ഉമ്മ അല്ല എന്ന് പറയില്ല, അല്ലെങ്കിൽ അവൻ്റെ അമ്മ അല്ല എന്ന് പറയില്ല. അത് അവൻ്റെ അമ്മ തന്നെയാണ്. അവർ തമ്മിൽ മിണ്ടണില്ല എന്നേ പറയുള്ളൂ. പക്ഷേ ഭാര്യനെ ഒഴിവാക്കിയ ഒഴിവാകും, അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കിയ ഒഴിവാകും. പക്ഷേ മാതാപിതാക്കൾ, പെങ്ങന്മാർ ഇവരെയൊന്നും ഒഴിവാക്കിയാൽ ഒരിക്കലും ഒഴിവാകില്ല എന്നുള്ളത് ഭാര്യയും മനസ്സിലാക്കുക, ഭർത്താവും മനസ്സിലാക്കുക. അതുകൊണ്ട് ഭർത്താവിൻ്റെ കുടുംബത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യക്കുള്ളൂ ഭർത്താവിൻ്റെ ആത്മാർത്ഥ സ്നേഹം കിട്ടുള്ളൂ. ഒരുപക്ഷേ നമ്മളെ കൂട്ടത്തിൽ അയാൾ ജീവിക്കുന്നുണ്ടാകും, പക്ഷേ അയാൾ ഒറിജിനൽ സ്നേഹം നമുക്ക് കിട്ടൂല. അത് മനസ്സിലാക്കുക. കാരണം കുടുംബം തല്ലി തകർത്താൽ ഒരിക്കലും ആ ഒരു കുടുംബത്തിന് ബർക്കത്തുണ്ടാവില്ല. അത് മനസ്സിലാക്കുക. പിന്നെ ഭാര്യമാരും തന്നെ ഒരു കാര്യം ആഗ്രഹിച്ച് ഞാൻ എൻ്റെ വീട്ടിലൊരു 4 ദിവസത്തിന് പോട്ടേന്ന് ചോദിച്ചാൽ പോണ്ടാന്ന് പറയുമ്പോൾ ആ ഭർത്താവിനോട് അവൾക്കൊരു മുശ്ചിൽ വരികയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവൾ ആഗ്രഹത്തിന് എതിരില്ലാതെ ഇപ്പോൾ 4 ദിവസത്തിന് പോവുകയാണെങ്കിൽ പറയാം, 4 ദിവസത്തിനോ അത് ഉമ്മയും പാപ്പയോട് ഒറ്റക്കല്ലടി, ഒരു കാര്യം ചെയ്യുക, നീ ഒരു 2 ദിവസം പോയി നിന്നോ എന്ന് പറയുമ്പോൾ അവൾക്കൊരു സമാധാനം കുറച്ചെങ്കിലും കിട്ടും. അല്ലെങ്കിൽ പോണ്ടാന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഭാര്യയുടെ മനസ്സിൽ അതൊരു വേദനയാണ്. അതും മനസ്സിലാക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും ആദ്യം ഭാര്യയും ഭർത്താവും പഠിക്കണം കേട്ടോ. കുടുംബങ്ങളും അതുപോലെ തന്നെയുണ്ടോ ഈ പെങ്ങന്മാരും ഉമ്മയും ബാപ്പയും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു മോന് ഹലാലായ വൈക്ക് ഒരു പെണ്ണിനെ താലി കെട്ടി കൊടുത്തിട്ടുണ്ട്, നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവന് എന്തൊക്കെ ഞാനും എൻ്റെ ഭർത്താവും എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ മോനും ഓൻ്റെ ഭാര്യയും ജീവിക്കുക. അങ്ങനെയാണ് ജീവിക്കേണ്ടതും. അതുകൊണ്ട് അവർ നല്ല സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ അതിലൊരു അസൂയപ്പെടാനോ അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബ് ആകാനോ നമ്മൾ നിൽക്കാൻ പാടില്ല. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു ചിന്ത ഈ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടാകണം കേട്ടോ. അല്ലാതെ ഭാര്യ മകനോടൊരു സ്വഭാവം, മരുമകളോടൊരു സ്വഭാവം, മകളോട് വേറൊരു സ്വഭാവം, അങ്ങനെ ആവരുത്. എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കാനും ഉമ്മയും പാപ്പയും കൂടി പഠിക്കണം കേട്ടോ. അല്ലാതെ മരുമക്കളെ വേറെ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിച്ച് അങ്ങനെ ആവരുത്. മകളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ മോളെ പോലെ ഒരു മോളാണെന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക. കാരണം മരുമക്കളെ ശത്രുക്കളായിട്ട് കാണാൻ മാതാപിതാക്കളും ഉണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും കുറ്റം, എന്ത് ചെയ്താലും കുറ്റം. മകനും മകളും മരുമകളും ഒരു ബെഡ്റൂമൊക്കെ പോണത് പോലും സഹിക്കാൻ പറ്റാത്ത ഉമ്മയും പാപ്പമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളെങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ മകനും മകൻ്റെ ഭാര്യക്കും ജീവിക്കണം. അപ്പോൾ അതിന് തടസ്സങ്ങൾ നിൽക്കാതെ സ്നേഹത്തോടെ മക്കളെയും മരുമക്കളെയും പേരമക്കളെയും എല്ലാവരെയും ഒരേപോലെ കൂട്ടി യോജിപ്പിച്ച് ഒരു കൈപ്പിടിയിൽ ഒതുക്കി നിർത്തേണ്ടത് ഉമ്മയും പാപ്പയാണ്, അമ്മയും അച്ഛനുമാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അല്ലാതെ മകൾ വരുമ്പോൾ കുറേ കണ്ട് നമ്മൾ ഇപ്പോൾ വീഡിയോസുകൾ കാണുകയാണെങ്കിലും തമാശകൾ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിൽ കാണാം മകളോടൊരു സ്വഭാവം, മരുമകളോടൊരു സ്വഭാവം. അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്. എല്ലാവരും നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എന്തിനാണ്? മകനെ കെട്ടിക്കണതും മകളെ കെട്ടിക്കണതും ഒക്കെ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മകൾക്ക് മാത്രം നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ, മകൻ്റെ ജീവിതം ഇങ്ങനെ ഒരു കോഞ്ഞാട്ടാക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊരു മരുമകൾ വരുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്ത് അവരെ ജീവിതത്തിൽ കൈകടത്തി മനസ്സമാധാനം കളഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയായി അവരെ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിക്കുന്ന മാതാപിതാക്കൾ. ഇപ്പം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും പെങ്ങന്മാരും അളിയന്മാരും മക്കളും എല്ലാവരും കൂടി ഒരു എന്താ പറയുക
ഒരു കൈപ്പിടിയിൽ ഒതുക്കേണ്ട ആൾക്കാരാരാന്ന് വെച്ചാൽ ഈ അമ്മയും അച്ഛനുമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഈ മക്കളും തന്നെ പറയേണ്ടത് നാത്തുമാരാണെങ്കിലും എൻ്റെ ആങ്ങളെ കെട്ടിക്കൊടുന്ന പെണ്ണാണ്, അവളെ നല്ല രീതിയിൽ എന്നാലും ഇവൾക്ക് അവിടെ ഒരു പരമസുഖമാണെന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കവിടെ പരമസുഖമാണ്, പക്ഷെ എൻ്റെ ആങ്ങളക്ക് എൻ്റെ ഭാര്യന് ഒരു സ്വയം കൊടുക്കില്ല, അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ മക്കളുണ്ട്, അമ്മമാരും പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ പരമസുഖമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് എഴുതിയിട്ട് ഈ മകളെ ഇവിടെ ഇട്ടിട്ട് എന്താ പറയുക, വല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. തെറ്റുകൾ എല്ലാവർക്കും പറ്റാത്തപോലെ ആരുമില്ല, മനുഷ്യന്മാർക്ക് തന്നെ തെറ്റ് പറ്റുള്ളൂ. പക്ഷേ ആ തെറ്റ് തിരുത്താൻ നാത്തുമാരാണെങ്കിലും മരുമക്കളാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഉമ്മ പാപ്പന്മാരെ എല്ലാവരും ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം കേട്ടോ. കാരണം മക്കളെ പോലെ തന്നെ മരുമക്കളെയും കാണാം. അപ്പോൾ ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് വഴിയെ ഞാൻ പറഞ്ഞേ, അനുഭവത്തിലൂടെ ഓരോ ആളുകളുടെ വിഷമങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടവരും. അപ്പോൾ എനിക്ക് തോന്നും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം, ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലുള്ള മിക്ക സംഭവങ്ങൾ ഇപ്പോൾ ഭർത്താവിന് മാത്രം കിട്ടണമെന്ന് പറഞ്ഞിട്ട് വാടകയ്ക്ക് മാറുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് കെട്ടിച്ചു കൊടുത്ത നല്ല സുഖമാണ്, അതൊരു രീതിയുണ്ട്. ഇവിടെ മകൾക്ക് ഒരു സുഖം കൊടുക്കാത്ത അന്യ പെണ്ണ് കയറി വന്നാൽ അതിനെ സ്വയം കൊടുക്കാത്ത മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഭർത്താവ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പൈസ അയച്ചു കൊടുക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാവമായിട്ട് ചെയ്യുന്ന പെണ്ണിനെ വിളിച്ചിട്ട് ഭൂലോകത്തെറി പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും ആ പെണ്ണിന് തികയൂല്ല, ആ പെണ്ണ് വിളിച്ചിട്ട് ഗൾഫിലേക്ക് വിളിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട് കഴിയുന്ന അയാളെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നവരുണ്ട്. പണം ഉണ്ടായിരുന്ന കാലത്ത് കെട്ടിയിട്ടുണ്ടാവും, പിന്നെ അവൾ കെട്ടി കുറേ കാലം കഴിയുമ്പോൾ പണം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തി വീട് വരെ നഷ്ടപ്പെടുമ്പോൾ ഭർത്താവിനെയും വേണ്ടാന്ന് പറഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിക്കണ, തിരിഞ്ഞു നോക്കാതെ ബെഡ്റൂം വരെ. ഭർത്താക്കന്മാർക്ക് ഉള്ള സമയത്ത് ഭർത്താവ് അവളെ ജീവനായിരിക്കും, പക്ഷെ ഭർത്താവിനൊന്നുമില്ല, സാമ്പത്തികമൊന്നുമില്ല, അധ്വാനിക്കാനുള്ള ശേഷിയും പോയി എന്ന് കാണുമ്പോൾ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യമാരെയും കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്യരുതല്ലോ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും വിചാരിക്കണം കേട്ടോ. ഭാര്യയും ഭർത്താവും വിചാരിക്കണം കേട്ടോ, ഉമ്മയും ബാപ്പയും വിചാരിക്കണം. അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന സംഭവമല്ല. പിന്നെ ഭർത്താവിന് ഉള്ള സമയത്ത് നല്ല നിന്നിട്ട് അവസാനം ആൾക്ക് അധ്വാനിക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ രോഗിയായി, അല്ലെങ്കിൽ ഭയങ്കര കടായി എന്ന് കാണുമ്പോൾ ഉള്ളതൊക്കെ പേരിലാക്കിയിട്ട് ആണ് ഭർത്താവിനെ പുറന്തള്ളുന്ന ഭാര്യമാർ അവസാന കാലഘട്ടത്തിൽ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും കേട്ടോ. മരിക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ കണക്ക് പറഞ്ഞിട്ട് തന്നെ മരിക്കാൻ പറ്റുള്ളൂ, അതുകൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. കൂടുതൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നൊരു സംഭവമാണ്, ഭർത്താവ് ഗൾഫിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ അയക്കണ കാലത്ത് അവിടെ ഇവിടെയൊക്കെ സ്ഥലമൊക്കെ ഭാര്യൻ്റെ പേരിൽ വാങ്ങിയിടും. ആൾ വിദേശത്താണല്ലോ, അതുകൊണ്ട് പിന്നീട് ആൾക്ക് അധ്വാനിക്കാൻ ശേഷിയില്ലാതെ പണമില്ലാതെ തിരിച്ചു വരുമ്പോൾ ആൾ പെരുവഴിയിലാകുന്നൊരവസ്ഥ ഉണ്ട്. അതൊക്കെ വല്ലാത്ത നെറികെട്ട പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുള്ളൂ. കാരണം നന്ദി അല്പെങ്കിലും വേണം. ഒരാളെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നന്ദി പ്രകടിപ്പിക്കാൻ അറിയണം. അല്ലാതെ അവരുടെ സ്വത്ത് ഉണ്ടാകുമ്പോൾ ഒരു സ്വഭാവം, സ്വത്തില്ലാത്തപ്പോൾ ഒരു സ്വഭാവം, അതൊരിക്കലും ഒരു പെണ്ണും ചെയ്തു പോകരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് ഉള്ള സമയത്ത് അധ്വാനിക്കട്ടെ, അധ്വാനിച്ച് കടങ്ങൾ വിട്ടിട്ടെ, മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് പഠിപ്പിക്കട്ടെ, സ്വത്ത് വാങ്ങട്ടെ, പക്ഷേ ഒരു തുക പെണ്ണുങ്ങളെ കയ്യിൽ വേണം. കാരണം വെച്ചാൽ ഒരു കാലത്ത് ഒന്നുമില്ലാതെ ഭർത്താവ് വരുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കാനുള്ള പണം ഭാര്യനെ സ്വരുക്കൂട്ടി വെച്ചാനുള്ള അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ തെണ്ടേണ്ട അവസ്ഥ വരില്ല. പണം ഇല്ലാതാകുമ്പോൾ ആണ് ഭർത്താവിനെ പുറംകാലം കൊണ്ട് തട്ടുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിച്ച എല്ലാവർക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിൽ ആണായാലും പെണ്ണായാലും അനുഭവിക്കേണ്ടി വരും. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ എല്ലാം നമ്മൾ ഈ പണം സ്വത്തും പണവും മാത്രമാണ് ജീവിതം, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഒരുപാട് പണം സ്വത്തും മുതലൊക്കെ ഉണ്ട്. ഭർത്താവും ഭർത്താവും ഡൈവേഴ്സാണ്, ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ അവരുടെ സുഖം വല്ലാത്ത സുഖം തന്നെയായിരിക്കും. ഒരുപാട് സ്വത്തും മുതലൊന്നും വേണ്ട, ഉള്ളത് കൊണ്ട് ഓണം പോലെയാണെങ്കിലും ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും മക്കളും എല്ലാവരും ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്ന സുഖം ഒരിക്കലും കോടീശ്വരന്മാർക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ അവർക്ക് ടൈം ഉണ്ടാവില്ല, അതില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ സുഖം പടസം കൊടുക്കില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഒരുപാട് പണം കാര്യങ്ങളൊന്നും തരണ്ട, ഒരു മീഡിയം കുറച്ചൊക്കെ അത്യാവശ്യം ഒരാളെ മുന്നിൽ കൈ കിട്ടാത്ത അവസ്ഥയിലുള്ള എന്തെങ്കിലും സ്വത്തും പണമൊക്കെ ഉണ്ടാവണം എന്നല്ല. സ്വത്തും പണമൊക്കെ ഒരാളെ മുന്നിൽ കൈ നീട്ടരുത് എന്നുള്ള ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വത്തും പണമൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. ഒരു വീട് വേണം, ഒരു ചെറിയ വീട് വേണം, പിന്നെ കുടുംബങ്ങളെല്ലാവരും കൂടെ വേണം, ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരിക്കണം, അമ്മയും അച്ഛനും ഉമ്മയും ബാപ്പയൊക്കെ എല്ലാവരും നല്ല സ്നേഹത്തിലായിരിക്കണം. ഇങ്ങനെയാണ് എല്ലാവരുടെ ആഗ്രഹം. അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്, നല്ല സന്തോഷ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിന് ഭാര്യയും ഭർത്താവും ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ കുടുംബങ്ങൾ എല്ലാവരും വിചാരിക്കണം, ഭാര്യയും ഭർത്താവും ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും എല്ലാവരും കൂടി വിചാരിച്ചാലേ നമ്മളെ കുടുംബം സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മളെ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണോ, പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണോ, ഉമ്മാനെയും ബാപ്പാനെയും എങ്ങനെ നമ്മൾ സംരക്ഷിക്കണോ, എങ്ങനെ നമ്മൾ കെയർ ചെയ്യണോ, അത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ ഇത് പഠിക്കുന്നത്. ആ മക്കൾ നാളെ നമ്മളെ നോക്കാനുള്ളതാണ്, മക്കളും നമ്മളെ നോക്കാനുള്ളതാണ്. അത് നമ്മളിൽ നിന്ന് കണ്ടിട്ട് വേണം ഇവർ പഠിക്കാൻ. അപ്പോൾ ഏറ്റവും വലിയ സ്കൂള് നമ്മൾ മാതാപിതാക്കളും അധ്യാപകർ, നമ്മൾ മാതാപിതാക്കളും സ്കൂള് വീടും തന്നെയാണ്. വീട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ മറ്റുള്ളവരോട് പെരുമാറണോ ആ പെരുമാറ്റം തന്നെയാണ് മക്കൾ പഠിച്ചുണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട്
ലേഡീസ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഭർത്താവിൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്നത്, നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ പരിപാലിക്കുന്നതും കണ്ടിട്ട് വേണം മക്കൾ വളരാൻ. അല്ലാതെ ഉമ്മാനെ എൻ്റെ അടുത്തേക്ക് പോകണ്ട, നിങ്ങൾ ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കണ്ട, നിങ്ങളവരെ സംരക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അതാണ് കാണുന്ന വെച്ചാൽ അതും ഈ മക്കൾ കണ്ട് വളരുകയാണ്. നാളെ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്ന മക്കളും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോണത്. നമ്മൾ ആൺകുട്ടികളൊക്കെ വളർന്നു വരുന്നവർ അവരൊക്കെ ചിന്തിക്കുന്നതാണ്, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനും നോക്കാൻ സമ്മതിക്കണേ കണ്ടില്ല, അതുപോലെ തന്നെയാണ് അപ്പോൾ ഞങ്ങളും ജീവിക്കേണ്ടതെന്ന് ഇവർ പഠിച്ചു വരും. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല മെസ്സേജുകൾ കൊടുക്കുക. നമ്മളെ നന്മകൾ കണ്ട് മക്കൾ വളരട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം വരട്ടെ, സന്തോഷം സമാധാനം വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം വരട്ടെ, സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം വരട്ടെ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, അതൊക്കെ തിരുത്താൻ എല്ലാവരും ശ്രമിക്കുക. ആരെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ഒന്ന് ഇണങ്ങാൻ ശ്രമിക്കുക. ഇനി ഡയറക്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഒരാളെ ഇടനിലക്ക് നിർത്തി, ആൾക്ക് സംസാരിക്കാനുണ്ട്, എനിക്ക് സംസാരിക്കാനുണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകുക. മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുക. നമ്മളെ എന്താണ് ചെയ്യണത് അത് കണ്ടിട്ടാണ് മക്കൾ കണ്ടുപഠിക്കുന്നത്. അപ്പോൾ മക്കളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുക, മക്കൾക്ക് സ്നേഹം കാണിച്ചു കൊടുക്കുക. അപ്പോൾ തമാശയായിട്ട് ഒരു സീരിയസ് മാറ്റർ പറയാം കേട്ടോ. അതായത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വീട്ടിലുള്ള ഉമ്മയും ബാപ്പ ആരായാലും ഈ കുഞ്ഞു മക്കളെ മുന്നിൽ ഒച്ചയമ്പോട്ട് ഭയങ്കരമായിട്ട് അടി നടക്കുന്നുണ്ടാവും, കച്ചറ നടക്കുന്നുണ്ടാവും, അടിക്കുന്ന ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ കുഞ്ഞു മക്കൾ കണ്ട് പേടിച്ച് കരയുന്ന മക്കളുണ്ടാവും, മാറി നിൽക്കുന്ന മക്കളുണ്ടാവും. കേട്ടിട്ടും അവർ തമ്മിലുള്ള ഉമ്മയും ബാപ്പയും തമ്മിലുള്ള കച്ചറ കേട്ടിട്ടും കേൾക്കാതെ റൂമിലും ഒതുങ്ങി കൂടിയിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും. അത് മക്കൾ കേൾക്കുന്നതിലും ആർക്കും ഒരു നാണക്കേടില്ല, പ്രശ്നമില്ല. അതാണ് മക്കൾ കേൾക്കാൻ പാടില്ലാത്തത്. ഈ അടിയും കച്ചറയും അവരില്ലാത്തപ്പോൾ അങ്ങോട്ട് വാക്ക് തർക്കമുണ്ടായാലും മക്കളെ മുന്നിൽ നിന്ന് ഒരിക്കലും കച്ചറ കൂടാനോ അടിക്കാനോ വാരനോ തൊയ്ക്കാനോ ഒന്നിനും നിൽക്കരുത്. അങ്ങനത്തെ കാര്യങ്ങളെ ഒഴിവാക്കുക, നല്ല രീതിയിൽ മാത്രം സംസാരിക്കുക. അഥവാ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് സ്വാഭാവികമായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ അത് മക്കളില്ലാത്ത സമയത്ത് അങ്ങോട്ട് പറഞ്ഞു തീർക്കുക. മക്കളെ മുന്നിൽ ഒരിക്കലും കച്ചറ കൂടാനോ അടിക്കാനോ തല്ലാനോ കുത്താനോ നിൽക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു പ്രത്യേകതയാണ്, ഭാര്യയും ഭർത്താവും ഒന്ന് സ്നേഹത്തിലൊന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അരികത്തിരിക്കാനോ മക്കളെ മുന്നിൽ ചെയ്യൂല. മക്കൾ കാണുമെന്ന് പറയും. അപ്പോൾ അത് മക്കൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്നേഹിക്കുന്നത് കാണുന്നത് മക്കൾ കണ്ട നാണക്കേട്. ഈ അടിയും ബഹളവും മക്കൾ കേട്ടാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അതൊന്ന് തിരുത്തുകൊണ്ട് കേട്ടോ. ഒരുമിച്ചിരിക്കണതോ ഭർത്താവിനും ഭാര്യയും തമ്മിലൊന്ന് ഭക്ഷണം വാരി കൊടുക്കണതോ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് നാണക്കേടെന്ന് വിചാരിക്കേണ്ട കാര്യം. അത് കണ്ടാണ് മക്കൾ വളരേണ്ടത്. ഈ അടിയും തൊഴിയും കണ്ടിട്ടല്ല മക്കൾ വളരേണ്ടത്. ഈ ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം. എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെയായിരുന്നു, ചെറുപ്പം മുതലേ സ്നേഹത്തിലാണ് അവർ വളരുന്നത്. അങ്ങോട്ടും വാരി കൊടുത്തിട്ടും ചിരിച്ചിട്ടും പറഞ്ഞിട്ടും അടുത്തിരുന്നിട്ടൊക്കെ നല്ല സ്നേഹത്തിലുള്ള അതാണ് അവരുടെ ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് കണ്ടിട്ട് വേണം മക്കൾ വളരാൻ. അല്ലാതെ എന്നും അടിയും പിടിയും കച്ചറയും പ്രശ്നങ്ങളും മാത്രമാണ് കണ്ടു വളർന്നിട്ടുള്ളത്. അവർ സ്നേഹിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ മക്കൾ വളരാൻ പാടില്ല. അപ്പോൾ അതൊന്ന് തിരുത്തണം കേട്ടോ. സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. കാരണം അങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കളില്ലാത്ത സമയത്ത് പറഞ്ഞു തീർക്കുക. സ്നേഹിക്കുന്നത് കംപ്ലീറ്റ് മക്കൾ മുന്നിന്നാക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെയാണ് ഒരു മാതൃകയാവേണ്ടത്. അവരെ അധ്യാപകർ നമ്മൾ തന്നെയാണ്. അവരെ സ്കൂൾ നമ്മളെ വീടാണ് ഫസ്റ്റിൽ. അപ്പോൾ സ്നേഹമാണെങ്കിലും മൂത്തവരോടുള്ള ബഹുമാനമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പഠിച്ചു വരുന്നത് ഫസ്റ്റ് ടൈം മക്കൾ നമ്മളതാ കണ്ടിട്ടാണ്, നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെ കുടുംബങ്ങളെയും കണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓർമ്മ മാതാപിതാക്കൾ എന്നും വേണം. അപ്പോൾ ആ ഒരു ഓർമ്മ മാതാപിതാക്കൾക്ക് എന്നും വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.